ആ നിലയ്ക്ക് എന്തെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു തോന്നൽ ഖൽബിൽ വന്നാൽ പിന്നെ ഹലാവത്ത് ഉണ്ടാവൂല, അപകടത്തിൽ പെട്ടുപോകും. വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ. ഈ നിലക്ക് അള്ളാഹുവിന് കയ്യും കാലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിതാബ് എഴുതിയ ഒരാള്, ആ കിതാബിന് അദ്ദേഹം അത്തൗഹീദ് എന്നാണ് പേരിട്ടത്. അതിനെ സംബന്ധിച്ച് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിന്റെ 14-ാമത്തെ വാള്യത്തിന്റെ 151-52 പേജുകളിൽ വിവരിക്കുന്നത് കാണാം. വഹു ഫിൽ ഹഖീഖത്തി കിതാബു ശിർക്ക്. അയാൾ കിതാബിന് കിതാബ് തൗഹീദ് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അയാളെ കിതാബ് ശിർക്കിന്റെ കിതാബാണ്. കാരണം ആ മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുന്നില്ല, എന്നഹു കാന റജുലൻ മുത്തനിബൽ കലാമി ഖലീലൽ ഫഹ്മി നാഖിസൽ അഖ്ലി മിസ്കീനുൽ ജാഹിൽ. ഒരു ജാഹിലായ മിസ്കീനാണ് അയാള്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിവില്ല, മനസ്സിലാക്കാൻ സാധിക്കൂല, ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സലാം പറഞ്ഞാലും മടക്കലും മഹാന്മാരെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു പറയലും അത്തരം വിഷയത്തെ സംബന്ധിച്ചൊന്നും ഇതുപോലെയുള്ള ഒരു ഉത്ബുദ്ധ സദസ്സിന്റെ മുമ്പാകെ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ ദൈക്ഷണിക പിൻഫലമാണ്. റഹ് ഗയി റസ്മേ അസാൻ റൂഹേ ബിലാലി നർഹി ഫൽസഫാ റഹ് ഗയാ തൽഖീനെ ഗസ്സാലി നർഹി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മഹാനുഭാവന്റെ ഗുരുവര്യരായിരുന്ന ഇമാമുൽ ഹറമൈനി തങ്ങൾ മഹാനവറുകൾ ഒരു വലിയ സദ്യയിൽ പങ്കെടുക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരാളെ വീട്ടില് ഒരു വിരുന്ന് ഒരുക്കിയതാ. പല ആലിമീങ്ങളും പ്രമുഖരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. എമ്പാടും ആളുകൾ തടിച്ചുകൂടിയ ഒരു വലിയ വിരുന്ന്. ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് ബഹുമാനപ്പെട്ടവരോട് ഒരു സംശയം ചോദിച്ചു. മദ്ദലീലു അലാ തനസുഹിഹി അനിൽ മകാൻ വഹുവ ഖാല അർറഹ്മാനു അൽ അർശിസ്തവാ. തങ്ങളെ കിട്ടിയ അവസരത്തിൽ ഞാനൊരു സംശയം ചോദിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അർറഹ്മാനു അലൽ അർശിസ്തവാ, അള്ളാഹു ഇങ്ങനെ അർശിലിരിക്കുകയാണ്. ഇങ്ങനെ ഖുർആനിൽ ഒരു ആയത്തുള്ള സ്ഥിതിക്ക് അള്ളാഹു മേലെയാണെന്നോ താഴെയാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന വാദത്തിന് എന്താണ് തെളിവ്? അങ്ങനെയാണ് മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ ആളുകളൊക്കെ ആലിമീങ്ങളെ കണ്ടാൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഒരവസരവും നഷ്ടപ്പെടുത്തൂലായിരുന്നു. പക്ഷേ ആധുനിക ലോകം ഒരു മഹാനായ ആലിമിനെ കണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മീയമായി നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നതും. പോകട്ടെ, നല്ല ഒരു സംശയം ചോദിക്കുകയാണ്. അതിന് മഹാനായ ഇമാമുൽ ഹറമൈനി തങ്ങൾ എന്താണ് ചെയ്തതെന്നറിയോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ ചോദ്യത്തിന്റെ മറുപടി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അത് തിരിഞ്ഞില്ല. അതൊന്ന് വിശദീകരിച്ച് പറയണം എന്നായി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, വിശദീകരിക്കുന്നതിന് വിരോധമില്ല. ഇന്ന ഹാഹുനാ ഫഖീറൻ മദ്യൂനൻ ബി അൽഫി ദിർഹം. നമ്മളിവിടെ കൂടിയ ഈ ആളുകളെ കൂട്ടത്തില് 1000 രൂപന്റെ കടബാധ്യതയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ ആ കടം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ചു തരാം.
അതും പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി ദഅവാ രംഗത്തേക്ക് ഇറങ്ങുന്ന ദാഇകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇനി ഓരോ മഹല്ലത്തിന്റെ ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ടവരാകാൻ പോവുകയാണ്. അവിടെയുള്ള പല പ്രധാനികൾക്കും നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും നേടാനുണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ചരിത്രം മനസ്സിൽ ഓർമ്മയുണ്ടായാൽ നല്ലതാണ്. പ്രധാനികൾ അവരെ നമ്മള് പരിചയപ്പെട്ടതുപോലെ തന്നെ ആ നാട്ടിലെ താഴേക്കടയിലുള്ള പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചും നമ്മളെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടാവണം. എന്നിട്ട് ഒരാളൊരു കാര്യം പറയാൻ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പക്ഷേ ദേ നമ്മുടെ ഈ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. അയാൾ ബ്ലേഡിന് പൈസ എടുക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു 5000 രൂപ തരണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാര്യമല്ലേ, ഞാൻ നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും ഉണ്ടാകും. അടുത്ത ദിക്റൽക്കൽ ദ്വാരക്കും ഉസ്താദിനെ വിളിച്ചു പറയും, എല്ലാം ചെയ്യും. ആ നിലയ്ക്ക് നമുക്ക് നമ്മുടെ ദഅവാ പ്രവർത്തന രംഗത്ത് ഉയരാനും വളരാനും സാധിക്കണം. ഇന്ന് പലപ്പോഴും അഗതികൾ അവഗണിക്കപ്പെട്ടു പോകുന്നുവോ എന്ന ഒരു സംശയം നിലനിൽക്കുന്നു. അനാഥകൾക്ക് വേണ്ടി എമ്പാടും സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ അഗതികൾ ചിലപ്പോൾ പുറത്തവരുടെ രഹസ്യങ്ങളൊന്നും പറയുന്നുണ്ടാവുകയില്ല, വലിയ ബേജാറിലായിരിക്കും. അത്തരം ആളുകളുടെ ബേജാറ് മാറ്റാൻ നമുക്ക് സാധിക്കണം. അതൊക്കെ ആലിമീങ്ങളിൽ മാതൃകയുള്ള സംഭവമാണ്. ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നു, 1000 ദിർഹമിന്റെ കടമുള്ള ഈ മനുഷ്യന്റെ ബാധ്യത ആരേറ്റെടുക്കും? ഒരാൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ അത് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാം. അപ്പൊ ആ വീട്ടുകാരൻ തന്നെ പറഞ്ഞു, തങ്ങളെ അത് ഞാനങ്ങ് കൊടുത്തോളാം. അൽഹംദുലില്ലാഹ്, വലിയൊരു കാര്യം നടന്നില്ലേ? ഉടനെ ബഹുമാനപ്പെട്ടവർ, എന്നാൽ അതിന്റെ വിശദീകരണം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം പറയുകയാണ്. ഫഖാൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ദഹബ ഫിൽ മിഅറാജ് ഇലാ മാ ശാ അല്ലാഹു മിനൽ ഉലാ, മിഅറാജിന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഫുൽ ഖൽഖി ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപരിമണ്ഡലങ്ങളിൽ പടച്ചവൻ ഉദ്ദേശിച്ച അത്യുന്നത തലങ്ങളിലേക്ക് പറന്നു പോകാൻ അവസരം കൊടുത്തല്ലോ. അതും ഇന്ന് നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേ മിഅറാജിന്റെ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ നേതാവിന്റെ ശഫാഅത്ത് കൊണ്ട് ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഏഴാകാശങ്ങളും കടന്നു പറക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത ആ നേതാവിനോടുള്ള മഹബ്ബത്ത് പടച്ച റബ്ബ് നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അവിടുന്ന് നമ്മെ പോലെ ഭൗതിക ലോകത്ത് പ്രവർത്തിച്ചപ്പോൾ, ജീവിച്ചപ്പോൾ, ജീവിക്കുവാനും പിറവിയെടുക്കുവാനും നമുക്ക് ഭാഗ്യം കിട്ടിയില്ല. അവിടുന്ന് അന്തിയുറങ്ങുന്ന പുണ്യ മദീനയെങ്കിലും കാണാൻ